ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് നമ്മുടെ കോടതിയും ഉത്തരവാദിയല്ലേ? കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനും ജീവനാംശത്തിനും കൊടുത്ത കേസ് പല നൂലാമാലകളിൽപ്പെട്ട് എങ്ങും എത്താതിരിക്കുകയും സകല പ്രതീക്ഷകളും അസ്തമിച്ചതിനാലാണ് ഷൈനിയും മക്കളും ജീവനൊടുക്കിയത്. കുടുംബ കോടതിയിലെ കേസ് അനന്തമായി നീണ്ട് ഒരു തീരുമാനവുമാകാതെ കേസ് നടത്തുവാൻ പ്രാപ്തിയില്ലാതെ വക്കീലന്മാരുടെ ചൂഷണത്തിലും പെട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ ആത്മഹത്യാ വക്കിൽ ഉണ്ടെന്ന് ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തരും എന്ന പങ്ക്തിയിലേക്ക് ലഭിക്കുന്ന കോളുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പലപ്പോഴും വണ്ടിക്കൂലിക്ക് പോലും വകയില്ലാതെ വക്കീലിന് അന്നത്തെ ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെയാണ് പലരും നീതി തേടി കോടതികളിൽ എത്തുന്നത്. എന്നാൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തൊട്ടടുത്ത ദിവസത്തേക്ക് കേസ് മാറ്റിവെക്കുന്നു. ഇതെന്താകുമെന്നോ എന്നവസാനിക്കുമെന്നോ ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റില്ല. ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് സർക്കാരിൻ്റെയും നിയമവകുപ്പിൻ്റെയും ശ്രദ്ധയിൽ ഒരു സുപ്രധാന കാര്യം കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന പതിനായിരക്കണക്കിന് വിവാഹമോചന ജീവനാംശ കേസുകളിൽ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കത്തക്ക ക്രമീകരണം ഉണ്ടാവണം. കാലതാമസം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്തുമായിക്കൊള്ളട്ടെ, അത് പരിഹരിക്കുവാനുള്ള മാർഗം കണ്ടെത്തണം. ഇത്തരം പരാതിയിൽ സമയബന്ധിതമായ തീർപ്പുണ്ടായാൽ നല്ലൊരു ശതമാനം ആത്മഹത്യകളും കൊലപാതകങ്ങളും ഗാർഹിക പീഡനങ്ങളും കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അതിലെല്ലാം ഉപരി കേസിൽ പെട്ടുഴലുന്നവർക്ക് മനസ്സമാധാനവും ലഭിക്കും. ഇത്തരം കേസുകളിൽ പെട്ടുഴലുന്നവരുടെ അനുഭവം കേട്ടെങ്കിലേ നമുക്കത് മനസ്സിലാവൂ. ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്ന പങ്ക്തിയിൽ ഇന്ന് ജീവിക്കുവാനായി സ്വയം പടപൊരുതുന്ന മോളി വർഗീസിന്റെയും കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് വിവരിക്കുന്ന അൻസിയുടെയും പ്രതികരണം കേൾക്കുക. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 98 വടശ്ശേരിക്കരല്ല കെട്ടിച്ചുകൊണ്ട് പോയത്. എന്റെ ഇടയ്ക്ക് വെച്ചൊരു പ്രാവശ്യം 2005 ഒരു കേസ് നടന്നതാ. അന്നും വീണ്ടും വീട്ടുകാരെ ധിക്കരിച്ച് ഞാൻ ഇയാളുടെ കൂടെ തന്നെ പോയിരുന്നു. ഞങ്ങൾ കത്തോലിക്കക്കാരായിരുന്നു. കത്തോലിക്ക തന്നെ CSIയിലോട്ട് കെട്ടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീണ്ടും അയാള് സൗദിയിൽ തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് ഒത്തിരി അപായപ്പെടുത്താൻ നോക്കി. അല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമാണോ അതോ ആലോചിച്ച് നടത്തിയ കല്യാണം? പിന്നീട് അങ്ങനെ പുള്ളിയുടെ കൂടെ പോയെന്ന് പറഞ്ഞാൽ എന്തോ സാഹചര്യം എന്ന് പറഞ്ഞാല് 2005 ഇയാൾക്ക് കൊച്ചിലെ എന്തോ അസുഖം വന്നതാണ്. അതുകൊണ്ട് മക്കളൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് പിന്നെ ദേഹോപദ്രവമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്റെ വീട്ടുകാർ 2005 തന്നെ ഇതുപോലെ ഉപദ്രവിച്ച് തന്നെ വീട്ടിൽ നിന്ന് വന്നു കൂട്ടിക്കൊണ്ടു പോയതാണ്. കേസൊക്കെ കൊട്ടാരക്കര കോടതി കൊടുത്തതാണ്. പക്ഷെ ആ കേസ് നിൽക്കെ തന്നെ ഞാൻ വീട്ടുകാരും അറിയാതെ വീണ്ടും ഇയാള് സൗദിയിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇയാളുടെ കൂടെ തന്നെ തിരിച്ചു പോയിരുന്നു. ഇതുപോലെ വസ്തു വാങ്ങി വീടൊക്കെ വെച്ച് എന്റെ സ്ഥലമൊക്കെ വിറ്റിട്ട് അതിവിടെ മേടിച്ചു. പിന്നെ അത് വീട്ടുകാർ വന്ന് വിപ്പിച്ചിട്ട് അവരുടെ വീട്ടുകാർ വന്ന് വിപ്പിച്ച് 6 മാസം പോലും കുടുംബത്തിൽ താമസിച്ചില്ല. കുടുംബം ഞങ്ങൾ വെച്ചതാ, അതിൽ താമസിപ്പിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാടകയ്ക്ക് ഇവരുടെ കുടുംബ വീടിന്റെ അടുത്ത് പോയി വാടകയ്ക്ക് താമസിച്ചിട്ട് വീണ്ടും എൻ്റെ സഹോദരങ്ങൾ കുറെ പൈസയൊക്കെ തന്നിട്ട് വീണ്ടും അവിടെ ഒരു 6 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെച്ച് പഞ്ചായത്തിൽ നിന്ന് തന്നെ വീട് കിട്ടി. പഞ്ചായത്ത് വീട് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാള് എന്നെ കൂട്ടി സൗദിയിൽ പോയി. അവിടെ ഫാമിലി ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് എടുക്കാനും അവിടെ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പത്തില്ലായിരുന്നു. ഞാനത് അറിയത്തില്ലായിരുന്നു. എന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാള് എന്നോടത് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ തമ്മിൽ പിന്നെ അതിൽ തുടങ്ങി പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ കൊണ്ടുപോയി എന്നെ നാട്ടിൽ വന്ന് കോവിഡ് സമയത്ത് വന്ന് എന്നെപ്പോലും അറിയിക്കാതെ വന്ന് വടശ്ശേരിക്കര എവിടെയോ ക്വാറന്റൈൻ താമസിച്ചിട്ട് പിന്നെ അയാള് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് വീട്ടിൽ വന്നെന്ന്. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്, പിന്നെ വണ്ടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം അനിയനാണ് കൈകാര്യം ചെയ്ത്. മക്കളില്ലാത്തതുകൊണ്ട് അത് മൊത്തം അനിയൻ കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ വീട് സ്ഥലവും എൻ്റെ പേർക്ക് എഴുതി തരാറുണ്ട്, എൻ്റെ പേർ കൂടെ അവകാശം തരാറുണ്ട്. ഞാൻ താമസിക്കുന്നത് വീട്ടുകാരെ പോലും അറിയിക്കാതെ ഞാൻ അവകാശം ആ കൂടെ എഴുതി കൊടുത്ത് 2021 എഴുതി കൊടുത്ത് പിന്നെ ജനുവരിയിൽ എഴുതി കൊടുത്ത് ഫെബ്രുവരി മാസം 28 അയാൾ ഒരു ഞായറാഴ്ച ദിവസം അയാളുടെ സഹോദരനെയും അപ്പച്ചനൂടെ വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി നാട്ടിൽ മൊത്തം ഇളക്കി അയാളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകും. വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനെയൊക്കെ അറിയിച്ച് അവിടെ വെച്ച് വീണ്ടും ഞങ്ങളെ ഒന്നിപ്പിച്ച് തിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അയാൾ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇയാൾ വീട്ടിൽ കിടന്ന എല്ലാ സാധനങ്ങളും എന്നെ ഒരു മുറിക്കകത്താക്കിയിട്ട് എല്ലാ സാധനങ്ങളും ₹1 അരി ഉൾപ്പെടെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കൊണ്ടുപോയി. ഞാൻ എന്നിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് ₹1 പോലും ഇല്ലാതിരുന്നപ്പം ഞാൻ പള്ളിയിൽ കൊടുക്കാനായിട്ട് എപ്പോഴും ഇച്ചിരി പൈസ ഇടുമായിരുന്നു. അതിൽ കുറച്ച് പൈസ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവസാനം വീട്ടിൽ ചെന്ന് വീട്ടിൽ നിന്നൊക്കെ വന്ന് പൈസയൊക്കെ വീട്ടിൽ നിന്ന് പൈസയൊക്കെ കൊണ്ടുവന്നു. പിന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ഇയാൾ എൻ്റെ ഫോൺ ഉൾപ്പെടെ വരെ കൊണ്ടുപോയി.
അങ്ങനെ കേസൊക്കെ ആയിട്ട് ഇപ്പം കേസ് 4 വർഷമായി. ഇതുവരെ അവര് കേസ് തീർക്കാൻ ആരാ നമ്മൾ കൊടുത്ത കേസാണോ അവര് കൊടുത്ത അല്ല, കേസാണോ? അയാൾ തന്നെ കൊടുത്തു. അയാൾ എന്നിട്ട് ഉടനെ കൊണ്ട് കൊടുത്തു. എന്ത് കേസാ? ഡൈവേഴ്സിന് വേണ്ടി അയാൾ കൊടുത്തു. അയാൾ കൊടുത്തേക്കുന്ന വസ്തു അയാളുടെ പേർക്ക് കിട്ടിക്കഴിഞ്ഞപ്പം അയാൾ പിന്നെ അത് ഡൈവേഴ്സ് കൊടുത്തു. ഞാൻ വിറ്റോണ്ട് പോകത്തില്ലല്ലോ. അയാൾ ഇപ്പോഴെന്ന് പറയുന്നത് എനിക്ക് കേസ് തീർക്കാൻ ഒക്കുന്നില്ല, എങ്ങും ഒരു ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും അത് തന്നെ. ഒരു കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന 4 വർഷമായി. ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം ചെലവിന് അനുവദിച്ച് ഞങ്ങൾ വേറൊരിടത്ത് ജോലിക്കോ വല്ലതും പോകും, ഞങ്ങൾക്ക് ചെലവിന് അനുവദിച്ചത് കട്ട് ചെയ്യും. അത് കാരണം ഞങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. കേസ് മാസത്തിൽ 3-4 എണ്ണം വരും. ഒരു പ്രാവശ്യം ആണെങ്കിൽ 6 കേസ് വന്നത് 2 കോടതിയിലായതുകൊണ്ട്. ഇപ്പം ഇത്രയും പ്രാവശ്യം ഞങ്ങൾ കേസിന് ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ എങ്ങും ജോലിക്ക് പോലും നിർത്തത്തില്ല. ഇപ്പൊ ഞാൻ പിന്നെ ഒരു അമ്മച്ചിയുടെ കൂടെ ആശുപത്രി ഇരിക്കുക, പിന്നെ ആരും അറിയാതെ. കാരണം ജീവിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളൊരു ഈ ലോകം വിട്ടു പോകും. കാരണം ഇപ്പൊ ഈ കേസ് പോലും തീരാതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇയാൾ ഈ വസ്തു വീടും തരണം. ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ എത്രയോ പേര് അവിടെ വരുമ്പോ എല്ലാവരും പറയുന്നു കേസ് കാരണം മുമ്പോട്ട് ജീവിക്കാനൊക്കത്തില്ല, ആത്മഹത്യ മാത്രമേ ഉള്ളൂ മുമ്പിൽ വഴിയെന്ന്. അപ്പൊ അതിനുവേണ്ടി എന്നെ പോലെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിത് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ കേസ് തീർന്നു കിട്ടിയാലും ഞങ്ങൾക്ക് ജീവിക്കാനൊന്നും ഇല്ലല്ലോ. ഒരു കൂലിവേലക്കെങ്കിലും പോയി ജീവിച്ച് മുമ്പോട്ട് പോകാനൊക്കും. അങ്ങനെ പോലും ഒക്കുന്നില്ലെന്ന് വെച്ചാൽ ഈ കേസ് കാരണം. കോടതി ഞാൻ കോടതി നിഷേധിക്കും മൊത്തമൊന്നും അല്ല. പക്ഷെ കോടതി ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അതിന്റെ ഏതെങ്കിലും ഒരു രീതിയിൽ കേസ് തീർത്ത് കിട്ടണം. ഇല്ലാതെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളാണ് ആത്മഹത്യ കണ്ടെത്തുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആത്മഹത്യക്ക് പോകുന്നത് തന്നെ. ഇനി ഞാൻ പറഞ്ഞില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. എന്റെ സഹോദരങ്ങളെ ആശ്രയിക്കാൻ ഒക്കത്തില്ല, തരാനുള്ളതെല്ലാം തന്നു. ഇനി അവരിലേക്ക് തിരിച്ചു ചെല്ലാൻ ഒക്കത്തില്ല. ആരുമില്ലാത്തൊരു വീട്ടിൽ ഇപ്പം കോടതി മുഖാന്തരം വീട്ടിൽ താമസമുള്ള അധികാരം കിട്ടി. ഇനി നാളെ ഒരു സമയത്ത് കോടതി ആ വീട്ടിനകത്തുനിന്ന് ഒരു വാട വരുമ്പോഴേ ഇനി എല്ലാവരും അറിയൂ. ജീവിക്കാൻ വേറെ മാർഗമില്ല മുമ്പോട്ട് പോകാനായിട്ട്. ഞങ്ങളുടെ കേസ് തീരാതെ കണ്ട് എനിക്ക് മുമ്പോട്ടൊന്നും പോകാൻ ഒന്നും ഒക്കത്തില്ല. ഒരു ജോലിക്ക് പോകാനൊക്കത്തില്ല. മറ്റൊന്നും ചെയ്യാൻ മറ്റെന്തെങ്കിലും ഒരു തൊഴിലിന് പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ ആരും അറിയാതെ ഒരു അമ്മച്ചിക്ക് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കൂട്ടിരിക്കാനായിട്ട് മാത്രം പോകുമ്പോൾ പുറത്താരും കാണത്തില്ല, എടുക്കത്തില്ല. അങ്ങനെ കിട്ടുന്ന കാശുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ പലരും ഇത് തന്നെയാ പറയുന്നത് കോടതി ചെല്ലുമ്പോൾ. കാരണം കേസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും പോകാം. കേസ് കാരണം ഒന്നും പോയി നിൽക്കാൻ ഒക്കത്തില്ല. ഈ അല്ലെങ്കിൽ കേസിന്റെ 8 ദിവസങ്ങളിലാണ് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ആർക്കെങ്കിലും കൂട്ടിരിക്കാൻ പോകുന്നത്. ഞങ്ങളെ പോലെയുള്ളവരെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങളെ പോലുള്ളവർക്ക് കഴിയത്തുള്ളൂ. കാരണം കോടതിക്ക് ഒരു നിലവിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലാണ്. വളരെ ഒരു കേസിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അതിന്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ. ഞങ്ങളാൽ കഴിയാവുന്ന സഹായം ഞങ്ങൾ ചെയ്യാം. എന്നെ പോലെ അനേകരും കോടതി ചെല്ലുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഇത് തന്നെ പറയുന്നത്. പലരും ആ ഒരു അവസ്ഥയിൽ ചെന്നിട്ട് പല രീതിയിൽ കൂടെയും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പിന്നെ കേസ് വേണ്ടെന്നും പറഞ്ഞിട്ട് നാട് വിട്ടു പോയവരുണ്ട്. പലരും പല രീതിയിൽ കൂടെയും. കാരണം ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നവർ പലരും അവസാനം എന്തൊക്കെ കാണ്ടി എഴുതിയിട്ടുള്ളവരുണ്ടെന്ന് അറിയാമോ? ഞങ്ങളെ പോലുള്ളവർ പിന്നീട് വേറെ പല രീതിയിലും തിരിയുന്നത് ഇങ്ങനെ കേസ് തീരാതെ വരുമ്പോഴാണ്. ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഏതെല്ലാം രീതി പോകുന്നവർ അവിടെ വരുമ്പോ കാരണം നമുക്ക് കുറെ പേരൊക്കെ സഹോദരങ്ങളെ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ തുടങ്ങത്തില്ല. പക്ഷെ ചിലവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ വരെ മാർഗമില്ല. പലരും പല രീതിയിലേക്ക് തിരിയുന്നത്. പക്ഷെ ഇത് ഞങ്ങളെ അങ്ങനെ തിരിയിക്കുന്നത് തന്നെ ഈ നിയമങ്ങളാണ് ഞങ്ങളെ ആ ഒരു വഴിയിലേക്ക് തിരിച്ചു വിടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങനെ തിരിഞ്ഞു പോകത്തില്ല. ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് മരണത്തിലേക്കാണെന്ന് പറഞ്ഞാലും അല്ലാതാണെങ്കിലും ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മേഖലയിലേക്ക് ഒരു സ്വന്തം തന്നെ അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. എനിക്ക് തന്നെയല്ല, എന്നെ പോലുള്ള എല്ലാവരും ഇതിൽ നിന്ന് കയറി വരണം. കാരണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ കാരണം ആ ഷൈനിയുടെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം സഹിക്കില്ല. എനിക്കാണെങ്കിൽ മക്കളില്ല. ഞാൻ അതിനകത്ത് കിടന്ന് ചീഞ്ഞാലേ ഇനി ആരെങ്കിലും അറിയത്തുള്ളൂ. എന്റെ വീട്ടിനകത്ത് ആരും അറിയത്തില്ല. ഞാൻ താമസിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ആൾക്കാരാ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്റെ ഫോണ് ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഗൾഫിലല്ലേ. അപ്പം അയാൾ പവർ ഓഫ് അറ്റോർണി ഈ നാട്ടിൽ കൊടുത്തിട്ട് പവർ ഓഫ് അറ്റോർണിയിൽ ഒരാളെ നാട്ടിൽ നിർത്തി അവരെ കൊണ്ട് കേസ് നടത്തിക്കുന്നത്. എന്നിട്ട് ഇയാൾ കാശ് ശരിക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് കേസ് നടത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട് വക്കീലുമാർക്ക് കൊടുക്കാനും. ഞങ്ങളുടെ വക്കീലാണെങ്കിൽ എൻ്റെ വക്കീലാണെങ്കിൽ അവരെ വക്കീലുമായിട്ട് ഒത്തുതീർപ്പിന് ചെന്നപ്പോൾ അവരെ വക്കീൽ പറഞ്ഞത് എനിക്കിഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, പിന്നെ എനിക്ക് ഈ കേസിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമില്ല. അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത് കേസ് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാനെന്നാണ് അവരെ വീട്ടുകാരും പറഞ്ഞേക്കുന്നത്. ഇപ്പം എന്നെപ്പോലുള്ള ഈ നാട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോകാനൊക്കാത്ത എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് എന്നാ ചെയ്യാൻ ഒക്കുന്നത്? ഞങ്ങളുടെ വക്കീലിൻ്റെ ക്ലാർക്കുമാർക്കൊന്നും പൈസ കൊടുക്കാൻ ഒക്കുന്നില്ല. പൈസ കൊടുക്കാൻ ഒക്കാതെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഈ
അവസാനം ഒന്നും കൊടുക്കാൻ വയ്യാതെ വരുന്ന സമയത്ത് ഒന്നി കേസിൽ നിന്ന് പിന്മാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ജീവൻ ഒടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ആ കേസ് അവർക്ക് അനുകൂലമായി വിധിയാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നടക്കുന്നത്. പവറോപ്പട്ടോണി വെച്ചുള്ള കേസ് അതിൻ്റെ കാര്യം അതിനൊക്കെ ഒരു കാലാവധി ആക്കണം സാറേ. കാരണം ആ പവറോപ്പട്ടോണി പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം പവറോപ്പട്ടോണി ഉണ്ടായതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും വന്ന് കേസ് നടത്തിയാൽ മതി. ഇവർ വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്ന് ഇവർ ജോലി ചെയ്ത് കാശുണ്ടാക്കും, അല്ലെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്ക് നാട്ടിലൊന്നും ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയിൽ ഞങ്ങളെ സ്ത്രീകളാണ് വലയുന്നത്. ഞാനൊരു പ്രവാസിയാണ്. എല്ലാവരെയും പോലെ തന്നെ ഈ ഷൈനി ചേച്ചിയുടെയും മക്കളുടെയും കാര്യം ഓർത്തിട്ട് അത് അറിഞ്ഞ അന്ന് മുതൽ, അതായത് ഫെബ്രുവരി 28 മുതൽ ഭയങ്കര അസ്വസ്ഥമാണ്. ഷൈനി ചേച്ചിയും മക്കളെയും ഈ സൂയിസൈഡ് ചെയ്യുന്നതിലേക്ക് എത്തിച്ച് ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം, സഹോദരങ്ങളുണ്ടായിട്ടില്ല, പക്ഷെ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഇന്നും വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും ഷൈനി ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നെന്ന്. കാരണം ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി എന്നാലും മുമ്പോട്ട് പോകണം എന്നുള്ള ചിന്തയിൽ പോയി വന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഈ അവസ്ഥയിലൂടെ ഇപ്പം ഞാനിപ്പോൾ ഓർക്കും, എനിക്ക് ഷൈനി ചേച്ചിനെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷൈനി ചേച്ചിയും മക്കൾക്കും എൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കാനൊരു സ്ഥലം കൊടുത്താനെ. ഒരുത്തിനെയും ഞാൻ എൻ്റെ ഗേറ്റിൽ അകത്തോട്ട് കടത്തിയില്ല. കാരണം എൻ്റെ വീട്ടിൽ ആര് ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണേ. അല്ലാതെ ഒരു ഇവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇവരുടെ സഭാപരമായ ഇടപാടുകളിലോ ഒന്നിലും ഞാൻ വീഴത്തില്ല. കാരണം ഞാൻ അതുപോലെ അനുഭവിച്ചു പോയ ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം. അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നില്ല. കാരണം ഷൈനി ചേച്ചിയുടെ അതേപോലെ തന്നെ ജീവിച്ചു വന്ന ആളാണ്. കാരണം അതേ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളാണ്. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കൂടുതലും സഹിച്ചു പോകുന്ന, അധികം ആരോടും പുറത്ത് പറയാതെ എങ്ങനെയെങ്കിലും ഈ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോകുന്നവരായിരുന്നു. എന്ന് വിചാരിച്ച് ഇതിൽ ഇതിനെതിരെ സംസാരിക്കണമെന്നല്ല ഞാൻ സംസാരിക്കാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സംസാരിക്കണം, പെൺകുട്ടികളെ എന്ന തൻ്റെ ഇടം വേണം എന്ന് ഞാൻ അതേ പറയത്തുള്ളൂ. കാരണം എല്ലാവരുടെയും ലൈഫിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഒരു പെണ്ണെല്ലാം സഹിച്ച് ജീവിക്കണമെന്നോ, ഇതുപോലെ തന്നെ പെരുമാറുന്ന പെൺകുട്ടികളും ഉണ്ട്. പല ആണുങ്ങളുടെ ജീവിതത്തിൽ, നല്ലവരായ ആണുങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ പെരുമാറുന്ന പെൺകുട്ടികൾ എനിക്ക് അവരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പിലും ആളുകളുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരതനുസരിച്ച് പ്രതികരിച്ച് തുടങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്നത്തെ കുട്ടികൾ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിലും ഇന്നത്തെ കുട്ടികൾ വേറെ പല രീതിയിലൂടെയും ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഷൈനി ചേച്ചിയുടെ കാര്യത്തിൽ ഷൈനി ചേച്ചി അത് മക്കളെ ഓർത്ത് ഒരുപാട് സഹിച്ചു, വർഷങ്ങളോളം സഹിച്ചു. ഷൈനി ചേച്ചിയുടെ ഭർത്താവ് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള ഒരു ജോലി ഉണ്ടായിട്ടും ആ മനുഷ്യന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ പോലും നോക്കാനുള്ള ഒരു അത്രയ്ക്ക് കണ്ണിച്ചോരില്ലാത്ത ഒരു വൃത്തികെട്ട ജന്തുവായിപ്പോയി ആ മനുഷ്യന്റെ കുടുംബവും. കാരണം ആ മനുഷ്യന്റെ വീട്ടിലൊരു അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് വ്യത്യാസത്തോടുകൂടിയാണ്. കാരണം അവർക്ക് ദൈവം ഒരു നോർമൽ സ്ത്രീയുടെ കാര്യം ഞാൻ പറയുന്നത്, അല്ലാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്. ഒരു കുടുംബത്തെ മൊത്തം നശിപ്പിക്കാനായിട്ട്, കെട്ടിക്കേറി വന്നൊരു കുടുംബം മൊത്തം നശിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീകൾ ഇന്ന് ലോകത്തുണ്ട്. അവരെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള സ്ത്രീയല്ല, ഒരു നോർമൽ സാധാരണ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യ സ്ത്രീയുടെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഏത് പെണ്ണ് കടന്നു പോയാലും അവരോടൊരു സഹതാപം തോന്നും, അവരോടൊരു സ്നേഹം തോന്നും. ഇനി ബന്ധമല്ലെങ്കിലും ബന്ധം ഉണ്ടെങ്കിലും. അപ്പം ഇവരുടെ കുടുംബത്തിലും ഉണ്ടായിരുന്ന സ്ത്രീകൾ, അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അവർ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമേ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. അത് പച്ചക്കള്ളമാണ്. അത് കേൾക്കുന്നവർക്ക് ആർക്കും അറിയാം. അത് പറയാൻ ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഇവരെ സഹായിച്ചില്ല, എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും സത്യത്തിന്റെ ന്യായത്തിന്റെയും കൂടെ നിന്നുകൂടെ? അതിന് പോലും മനസ്സ് കാണിക്കാത്ത ദുഷ്ടതയുള്ള മനുഷ്യരാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഈ ചേച്ചിക്കും ഈ കുട്ടികൾക്കും വന്ന അവസ്ഥ ഒരു മനുഷ്യനും ഇന്ന് ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയത്. അതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ഒരുപാട് ഇതുപോലെ മാനസിക സമ്മർദ്ദവും ശാരീരിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും സഹോദരങ്ങളുടെ കുത്തുവാക്കുകൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മനോവേദന, അതും അതായത് ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു വിട്ട് വെച്ചിട്ട് സ്വന്തം കുടുംബത്തിൽ വരണമെങ്കിൽ അത് അത്രയും സഹിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അല്ലാതെ ആരും നമ്മൾ നോർമലായിട്ട് ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചു പോകുന്നവര്
ഡിവോഴ്സ് ആണോ എന്ന് ആഗ്രഹിച്ചല്ല കല്യാണം കഴിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, എന്തെങ്കിലും വീഴ്ചകൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി മനഃപൂർവ്വം ടാർഗറ്റ് ഇട്ട് ഒരാളെ ഉപദ്രവിക്കാൻ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സ് നേടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തിരിച്ചു ചെല്ലുമ്പോൾ അതിന് തക്കതായ ഒരു മാനസിക സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുമ്പോട്ട് ജീവിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഈ ഡിവോഴ്സ് നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, നമ്മളൊരു കോർട്ടിലോട്ട് ചെല്ലുമ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫാമിലി കോർട്ടിൽ ഇന്ന് നടക്കുന്നത് ഡിവോഴ്സിന് ഒരു വ്യക്തി അത്രയേ അനുഭവിച്ച് ചെന്നിട്ടാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കണ്ടിട്ടും ഈ കോർട്ടിൽ ഡേറ്റുകൾ നീട്ടി വെക്കുന്നു. പിന്നെ മറ്റേ വ്യക്തി, ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് സ്വാധീനമുണ്ട്, അതായത് സഭാപരമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായിട്ടോ സ്വാധീനമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വാധീനം വെച്ചിട്ട് ഈ അനുഭവിച്ച് കഷ്ടപ്പെട്ട വ്യക്തിനെ തന്നെ വീണ്ടും കഷ്ടത്തിലോട്ട് താത്തുവാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവരുടെ ലൈഫാണ് ഇവരുടെ ബിസിനസ്. കാരണം ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള കാരണം കോർട്ടിൽ ഒരു കേസ് മുന്നോട്ട് നീട്ടി വെക്കുന്തോറും ഇവർക്ക് ഫീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കേസുകൾ ഇങ്ങനെ കുന്നുകൂടി പോകുന്നു. എന്നിട്ട് ഇവർക്ക് തീരുമാനം എടുക്കാൻ സമയമില്ലാഞ്ഞിട്ടാണോ തീരുമാനം എടുക്കാൻ രണ്ട് ഭാവം നോക്കി പിന്നെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു? അതിന്റെ ആവശ്യം എന്തിന്? ഒരു വ്യക്തി അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ വ്യക്തിയെ വീണ്ടും മറ്റേ ക്രൂരമായിട്ട് ഇവരോട് പെരുമാറിയ വ്യക്തിയുടെ അടുത്തോട്ട് വീണ്ടും പറഞ്ഞു വിടാൻ ഇവരെന്തിനു നോക്കുന്നു? ഈ വ്യക്തി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് അവരുടെ ജീവന് ഭീഷണിയായി ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കോർട്ടിലുള്ളവര്, അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ളവര്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നിന്നവര് ഉത്തരവാദിത്തം പറയോ ഇവരെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട്? ആർക്ക് നഷ്ടം? ഏറിപ്പോയാൽ, അതായത് ഇപ്പം ഷൈനി ചേച്ചിയുടെ മാതാപിതാക്കളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ആത്മാർത്ഥതയുള്ള, അതായത് സ്വന്തം മക്കളോട് ആ രക്തബന്ധം അതുപടി കാണിക്കുന്ന ഒരു അപ്പനെയും അമ്മയുടെയും എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന അപ്പനമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവർക്ക് മാത്രമേ സങ്കടം വരുള്ളൂ. അവർ മാത്രമേ ആ മരിച്ചുപോയ മകൾക്ക് വേണ്ടിയും മകന് വേണ്ടിയും കരയത്തുള്ളൂ. അല്ലാത്തവർ കരയത്തില്ല. കാരണം അല്ലാത്തവര് ഇത് കെട്ടിച്ചു വിട്ടതിന്റെ ബാധ്യത കഴിഞ്ഞു. കുറച്ച് പൈസയും കുറച്ച് ഗോൾഡും കൊടുത്തുവിട്ട് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് സംഭവിച്ചാലും തിരിച്ചു വന്നാൽ അത് എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്ന് കാണിക്കുന്നത്. അതായത് ചില കുടുംബങ്ങളിൽ പെൺമക്കളായിട്ട് ബാധ്യതയായിട്ട് അവരുണ്ടാകുമ്പോൾ തൊട്ടേ അവരെ കാണുന്നത്. പിന്നെ അവർ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സഹോദരങ്ങളും അവർ തിരിഞ്ഞു നോക്കൂല. മാതാപിതാക്കളെ എല്ലാ കുടുംബങ്ങളിലും അല്ല, ചില കുടുംബങ്ങളിൽ ഇതുപോലുള്ള ഷൈൻ ചേച്ചിയുടെ വീട്ടിലുള്ള കുടുംബങ്ങളാണെങ്കിലും മാതാപിതാക്കളും തിരിഞ്ഞു നോക്കൂല. കെട്ടിയ വീട്ടിലെ മാതാപിതാക്കൾ അതിലും വൃത്തികെട്ട ജന്തുക്കള്. പിന്നെ ഇവിടെയുള്ളവരും ഏകദേശം അതേപോലെ തന്നെയുള്ളവര്. അതുകൊണ്ടാണല്ലോ ആ ചേച്ചിക്ക് തിരിച്ചു ചെന്നപ്പോഴും ഒരു ആശ്വാസം കിട്ടാതെ പോയത്. അത്രയും ഇതിലേക്ക് തിരിച്ചു വിടാനാണ് കോടതിയിലുള്ളവർ നോക്കുന്നത്. എന്തിന്? അതിന്റെ ആവശ്യം എന്തിന്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ വീണ്ടും അവരെ കുടുംബജീവിതം എന്താണ്? രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരുപോലെ താല്പര്യം പ്രകടിപ്പിച്ചാൽ മാത്രമേ അതൊരു കുടുംബം, ഇമ്പമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പം വേണം, സന്തോഷമുള്ള കുടുംബം. അതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഉപദ്രവിച്ച് ജീവിക്കുന്നത് ഒരു കുടുംബമല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അവർ കോടതിയിലോട്ട് വരുന്നത്. പിന്നെ ഇവര് വീണ്ടും ഒന്നിക്കാൻ നോക്കുന്നത്, അതും വർഷങ്ങളോളം എടുത്ത്. ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യക്തി, അതായത് മറ്റേ വ്യക്തിക്ക് പിന്നെ കുടുംബജീവിതം മുമ്പോട്ട് വേണമെന്നില്ല, അതുകൊണ്ടാണല്ലോ അവർ ഉപദ്രവിച്ച് ഇവരെ വിടുന്നത്. അപ്പൊ അവർക്ക് പിന്നെ കെട്ടണമെന്നും ആഗ്രഹം ഉണ്ടാവത്തില്ല. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ ഇങ്ങനെ താത്തിക്കെട്ടി ജീവിക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം മനസാക്ഷിയില്ലാത്ത മനുഷ്യരാ. അവരുടെ മനസാക്ഷിയെ നമ്മൾ മാറ്റാൻ പറ്റില്ല, അവരെ മാറ്റാനും പറ്റില്ല. കാരണം മനസാക്ഷിയുള്ളവർക്കേ പശ്ചാത്താപം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെ ഒരു തെറ്റ് അറിയാതെ പോലും ചെയ്താൽ കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് അതില്ല. കാരണം അവരുടെ മൈൻഡ് അതാണ്, മൃഗീയമാണ്, പിശാചുക്കളുടെ മൈൻഡാണ്. അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരു വ്യക്തിക്ക് ആ കുടുംബജീവിതത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് നമ്മുടെ കുടുംബ കോടതി ചെയ്യേണ്ടത്. അതിന് പകരം ഡേറ്റുകൾ നീട്ടി വെച്ച് ഈ വ്യക്തിനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളോളം. അതായത് 1-2 വർഷമല്ല, 10-15 വർഷമാണ് മിക്കവരും ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതായത് 10-60 വയസ്സ് എത്തിക്കഴിയുമ്പോഴാണ് ചിലർക്ക് ഡിവോഴ്സ് കിട്ടുന്നത്. ചിലർ അതിനുള്ളിൽ മരിച്ചു പോയിട്ടുണ്ടാവും. എന്തിന് നമ്മളെ വെച്ചിങ്ങനെ ബിസിനസ് നടത്തുന്നു? ഇവർക്കൊരു ഉത്തരവ് ഇട്ടാൽ പോരെ? ഈ കഷ്ടതകൾ കാണുന്നു. ഒരുമിച്ച് ജീവിച്ച വ്യക്തികൾ തന്നെയല്ലേ ഈ പറയുന്നത്. അപ്പൊ പിന്നെ അവർക്കൊരു തീരുമാനം അങ്ങ് കൊടുക്കുക, ബാക്കി അവരവരുടെ വഴിക്ക് ജീവിച്ചോളിയല്ലേ. ഇത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കോടതിയിൽ പോകുന്നു, അഡ്വക്കേറ്റിന് പൈസ കൊടുക്കണം. പിന്നെ കോടതിയിൽ പോയിട്ട് പിന്നെ ഇവരുടെ കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ വ്യക്തി പിന്നെ അതിനെതിരായിട്ട് കുറെ കാര്യങ്ങൾ എഴുതി വെക്കും നമ്മളെപ്പറ്റി. ഇതിപ്പം ഇതില് ഒരു വ്യക്തി നല്ലതൊരു, മറ്റേ വ്യക്തി കുറച്ച് ഇതുമായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരുടെ
ഭാഗത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിട്ട് പിന്നെ ഇവർ എഴുതി വെക്കുന്നത് കൂടാതെ അതിന്റെ പുറത്തുനിന്ന് കുറെ നമ്മുടെ മനസ്സിനെ അത്രയ്ക്ക് നോവിപ്പിക്കുന്ന കാര്യങ്ങൾ, കുറെ ചോദ്യങ്ങൾ അവിടെ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴത്തേനും ആ കൂട്ടിൽ നിൽക്കുന്ന വ്യക്തിക്ക് പിന്നെ മനസ്സ് തളരുവാണ്. കാരണം എന്താ, ഇത്രയും അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ് കഴിഞ്ഞിട്ട് നിയമത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നിയമം അടുത്ത അബ്യൂസ് കൊടുക്കുവാണ്. ഈ വ്യക്തികളുടെ മനസ്സിലോട്ട് അതിലും കഷ്ടതയുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് അവര് ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി. അതായത് ഇപ്പം നല്ലൊരു രീതിയിൽ ജീവിച്ചൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയോട് നിങ്ങൾ ഒരുത്തൻ്റെ കൂടെ കിടന്നില്ലേന്നോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പോയതല്ലേന്നോ, അങ്ങനെയൊക്കെ കഥയുണ്ടാക്കി അത് വളരെ മോശമായിട്ട് ചോദ്യം ചോദിക്കുന്നു നിയമ കോടതിയിൽ. ഈ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ എന്ത് ലോകമാണ് നമ്മുടേത്. ഞാനൊക്കെ ഇതിലെ കൂടെ കടന്നുപോയ വ്യക്തിയാണ്, എനിക്കത് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഷൈനി ചേച്ചിയുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവും. അതുപോലെ തന്നെ സഭ, ഇപ്പം ഈ ചേച്ചിയുടെ വീട്ടിലൊരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ വിളിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം അച്ഛൻ എന്ന് വിളിക്കാൻ, ആ അച്ഛൻ എന്ന് പറഞ്ഞൊരു വാക്കിന് അർത്ഥമുണ്ട്, അതിന് യോഗ്യതയില്ലാത്തവരങ്ങനെ വിളിക്കാൻ പാടില്ല. ബോബി എന്നാണ് വ്യക്തിയുടെ പേര്, ബോബിനെ വിളിക്കുന്നു. അപ്പം ബോബി ആ വീട്ടിലുണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കുന്ന എന്തിനാ ഒരു കുടുംബത്തെ? ഒന്നുമില്ലെങ്കിലും സ്വന്തം അനിയന്റെ ഭാര്യയും കുട്ടികളും അല്ലേ. ഇനി ഭാര്യയോട് പോട്ടെ, കയറി വന്ന പെണ്ണായതുകൊണ്ട് ചിലർക്ക് ആ ഒരു ഇതുണ്ടാവും, ഒരു പെരുമാറ്റ രീതിയുണ്ട്, കയറി വന്നവരല്ലേ എന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം. അത് പോട്ടെ, ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ പോലും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ആ കുട്ടികൾ സ്വന്തം ചോരയല്ലേ, സ്വന്തം സഹോദരന്റെ ചോര എന്ന് പറയുമ്പോൾ സ്വന്തം ചോര തന്നെയാണല്ലോ. അല്ലാതെ അന്യന്റെ ചോരയൊന്നും അല്ലല്ലോ. സഹോദരന്മാരുടെ രണ്ടുപേരും ഒരു ബ്ലഡ് അല്ലേ. ആ ബ്ലഡിൽ തന്നെ വന്ന കുഞ്ഞുങ്ങളല്ലേ ഈ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളോട് വല്ല ഇത്രയും ക്രൂരത കാണിക്കാൻ. പിന്നെ ഞാനൊരു സനീഷ് അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ പ്രസംഗം ഇതിൽ കേട്ടിരുന്നു, ഒരു വോയിസ് ക്ലിപ്പ്. അതിൽ അച്ഛൻ, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കാരിത്താസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ക്ലിപ്പാണ് എന്നുള്ളത്. അത് വ്യക്തമാണ് അതിൽ. കാരണം അതിന് തന്നെയാണ് പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അതിലാണ് പുള്ളിക്കാരൻ മുൻഗണന കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാമിലി ഗ്രൂപ്പിലിട്ടു അത് പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ ഫാമിലിയുള്ളവരോട് ചോദിച്ചറിയാലോ അതെങ്ങനെ ലീക്കായെന്ന്. അതൊക്കെ ചുമ്മാ ഒരു കഥ ആദ്യം ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം. അത് ഓൾറെഡി ഒരു ഫാമിലി ഗ്രൂപ്പിൽ തന്നെ ഇട്ട് ഇന്ന ആളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് പുറത്തോട്ടൊന്ന് വിടണമെന്ന്. അപ്പോൾ പിന്നെ ഇപ്പം പുറകോട്ട് ഇനി ഒരു എൻക്വയറി വന്നാൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാമല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കുടുംബജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ അച്ഛന്മാരുടെ അടുത്തോട്ട് വരരുതെന്ന്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത് അവർക്കൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവരുടെ മോറൽ വാല്യൂസ് അവർ കീപ്പ് ചെയ്യണം. അല്ലാതെ ചുമ്മാ നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ ചുമ്മാ ഒരു ലോഹ എടുത്തിട്ടിട്ട്, ഈ ലോഹയ്ക്കൊക്കെ ഒരു പരിശുദ്ധിയുണ്ട്. അത് നിങ്ങൾ ആദ്യം ഈ സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കൊടുക്ക്, എന്നിട്ട് ആ ലോഹയ്ക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്ക്. അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ റെസ്പെക്റ്റ് മനുഷ്യർ തരുന്ന, ആ ഇടവകയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആ രൂപതയിലെ ജനങ്ങൾ തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിന് കുറച്ചെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കേ. നിങ്ങൾ പറയുന്നു അതിൻ്റെ അകത്ത് നിങ്ങളുടെ കുടുംബജീവിതം വരുമ്പോൾ ഞങ്ങളുടെ അടുത്തോട്ടല്ല വരുന്നത്, നിങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന്, പോലീസിൻ്റെ അടുത്തോട്ട് ചെല്ലണമെന്ന്. അല്ലാതെ ഞങ്ങളെ പിടിച്ച് ഇതാക്കരുതെന്ന്. അതായത് ഈ ബോബിനെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള രീതിയിലുള്ള സംസാരം അത് കേൾക്കുന്നവർക്ക് ആർക്കും അറിയാം. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഈ സമൂഹത്തിലുള്ള ഒരു പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങൾ ഈ ഒരു പൊസിഷനുകളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ അറിയാമെന്നല്ല. ഇതൊക്കെ നോർമൽ ലൈഫാണ്. ഇതിന് ആർക്കും വലിയ വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല, ഓക്കെ, എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ഇത് ഒരു കുടുംബം ഉണ്ടാകുന്നു, ഒരു കുടുംബജീവിതം, കുട്ടികൾ ഉണ്ടാകുന്നു, കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ടാകുന്നു, അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇതൊരു മനുഷ്യന്റെ നോർമൽ ലൈഫ് സ്പാനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് കാര്യമൊന്നുമില്ല. അപ്പൊ മറ്റുള്ള മനുഷ്യർ പൊട്ടന്മാരാന്ന് ചിന്തിക്കരുത് ഇത് പറയുമ്പോൾ. പിന്നെ ഒരു പുരോഹിത സ്ഥാനത്ത് ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു പുരോഹിതനെ ആ കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യാൻ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യുമ്പോൾ ആ പുരോഹിതൻ വൾണറബിൾ ആയിട്ടുള്ള ആളുകളോട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ഒരു വ്യക്തികളെ റെസ്പെക്ട് ചെയ്യുകയും കൈൻഡ്നെസ് കാണിക്കുകയും ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ വാല്യൂസിൽ വരുന്ന മോറൽ വാല്യൂസിൽ. അതാദ്യം മനസ്സിലാക്കുക. അതില്ലാത്തവർ ലോഹ ഇടാനുള്ള യോഗ്യതയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാകുന്ന പല കുടുംബങ്ങൾ ചേർന്നിട്ടാ, പല കുടുംബങ്ങൾ എങ്ങനെയുണ്ടാകുന്ന ഓരോ വ്യക്തികൾ ചേർന്നിട്ടാ. അപ്പൊ ഈ സമൂഹം ഓരോ വ്യക്തികൾ വഴി ഉണ്ടാകുന്നത്, അല്ലാതെ ചുമ്മാ പൊട്ടിമുളയ്ക്കുന്ന നല്ല സമൂഹം. ആ സമൂഹത്തിൽ നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈദികൻ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, ആ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് നല്ല ഗൈഡൻസ് കൊടുത്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതിന് ചെയ്യാൻ പോയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ അടങ്ങിയിരിക്കുക, അവിടെ വെറുതെ ഇരിക്കേ. മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ ചെന്നിട്ട് ഒന്നാമത് കുടുംബജീവൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല.
നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്, അത് കീപ്പ് ചെയ്യണം. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് പെരുമാറ്. അല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്നുകൊണ്ട് പ്രസംഗിക്കാതെ അവിടെ ഇവിടെ കിടന്നുകൊണ്ട് അവിടെ ഇവിടെ തൊടാതെ കൊണ്ട് ഇതൊരു സഭയെ താത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളെ താത്തിക്കെട്ടാനോ അല്ല പറയുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് സമൂഹത്തിൽ കാണുന്ന തെറ്റുകളെ, അന്യായങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ഓരോ വ്യക്തിക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. പിന്നെ നിയമപാലകരോ അല്ലെങ്കിൽ സഭയിലിരിക്കുന്നവരോ അത് പാലിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഓരോ മനുഷ്യനും ഉണ്ട്. അതിന്റെ കീഴിലുള്ള ഓരോ മനുഷ്യനോട് ചുറ്റുപാടും ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ട്. അപ്പം ഒരു ചേച്ചി ആ കുട്ടികളെയും കൊണ്ട് ഈ ഒരു രീതിയിൽ സൂയിസൈഡ് ചെയ്തെങ്കിൽ അതിന്റെ ഉത്തരവാദികളായത് ഇവരെ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. അതിന്റെ സ്റ്റോറി എത്ര ഇവർ മാറ്റിത്തിരിക്കാൻ പോയാലും, ഇവരുടെ സ്ഥാനമാനങ്ങൾ വെച്ചിട്ട് മാറ്റിത്തിരിക്കാൻ നോക്കിയാലും സത്യം അല്ലാതാകുന്നില്ല, ന്യായം അല്ലാതാകുന്നില്ല. ന്യായത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് മനസാക്ഷിയുള്ള മനുഷ്യര്. ഇപ്പം അതിൽ ലിസി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ആദ്യമേ തന്നെ ഒരു സത്യം ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടു. ആ ചേച്ചിക്ക് ഞാൻ വളരെയധികം സല്യൂട്ട് ചെയ്യുന്നു. കാരണം ആ ചേച്ചി പറഞ്ഞതുപോലെ ഓരോ അമ്മമാരും ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങണം, ഓരോ പെണ്ണുങ്ങളും പ്രതികരിച്ചു തുടങ്ങണം. ഞാൻ പോലും പ്രതികരിച്ചിരുന്നില്ല ഒരു കാലത്ത്. ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നു, കാരണം ഇതൊക്കെ അനുഭവിച്ച് മടുത്തിട്ട് ഞാൻ ഇപ്പൊ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് ഷൈനി ചേച്ചിയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായത്. അതുപോലെ ഓരോ വ്യക്തികളും ഓരോ അമ്മമാര് പ്രതികരിക്കണം. അന്യായം എവിടെ കാണുന്നു അതിനെക്കുറിച്ച് തുറന്നു പറയാനുള്ള അത് കാണിക്കണം. ഇപ്പൊ പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞു. ഇവര് പള്ളികളില് ചെല്ലുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ ഇപ്പൊ ഒരു കുടുംബ പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാല് ചില നല്ല പുരോഹിതന്മാരുണ്ട്, അവരെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മോശമായിട്ട് സംസാരിക്കുന്ന പുരോഹിതന്മാരെ പറ്റിയാണ് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് നല്ലവരും മോശമായ ആൾക്കാരും. അതായത് അവരവരുടെ റെസ്പെക്റ്റും അവരവരുടെ റെസ്പോൺസിബിലിറ്റി അതാത് രീതിയിൽ കാണുന്ന അതാത് രീതിയിൽ സെർവ് ചെയ്യുന്ന ആളുകൾ എല്ലാത്തിലും ഉണ്ട്. ഇതില് മോശമായിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ അടച്ചല്ല പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഭൂരിഭാഗം പേരും ഈ രീതിയിൽ നിൽക്കുന്നവരാണ്. അപ്പം ഇവര് എന്താ ചെയ്യുന്നത്, കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സംസാരിച്ചിട്ട് ഇനി മറ്റേ ആളുടെ കുടുംബത്തിൽ വല്ല കന്യാസ്ത്രീയോ അല്ലെങ്കിൽ അച്ഛനോ ആണെങ്കിൽ പിന്നെ അവരുടെ ഭാഗത്ത് നിന്നിട്ടേ സംസാരിക്കുള്ളൂ. സത്യം ഏതാ, നീതി ഏതാന്ന് നോക്കത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഈ ആളെ അങ്ങ് താത്തി കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഒരു സമൂഹത്തെ സെർവ് ചെയ്യാൻ? ഒരു പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് കുർബാന തൊടാനുള്ള യോഗ്യത പോലും ഇല്ല. നിങ്ങൾക്ക് ആൾത്താരിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഞാനിപ്പം ഈ പറയണ ബോബിയുടെ ഇടവകയിലാണെങ്കിൽ ആ ബോബി കുർബാന ചെല്ലുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആൾത്താരിൽ ചെന്ന് പറയും ഈ മനുഷ്യന് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ഇല്ലെന്ന്. കാരണം ഇല്ല. നിങ്ങൾ ഈശോയെ പ്രതിനിധീകരിച്ച് ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഈശോ എന്താ ചെയ്തത്? ഈശോ കുടുംബം കലക്കാനല്ലെന്ന് പോയത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുടുംബം കലക്കാനും നിങ്ങൾക്ക് ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാനോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സ്ഥാനത്തോട്ട് എന്തിനു വരുന്നു? സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് ഇടവകക്കാരുടെ പൈസയും പിരിച്ച് നിങ്ങൾക്ക് തോന്നിവാസം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുപോലുള്ള മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരെ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ അയൽവക്കക്കാരെ ഒരുപാട് പേര് ഇത് കേട്ടു, കരച്ചിൽ കേട്ടു എന്നൊക്കെ കേട്ടു. എന്തുകൊണ്ട് നിങ്ങൾ ഇടപെട്ടില്ല? ഒരു വീട്ടില് ഒരു സമൂഹം ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടില് ബഹളം അടിയും കേൾക്കുന്നുണ്ടെങ്കിൽ പോയി റെസ്പോണ്ട് ചെയ്യണം. കാരണം നാളെ നമ്മുടെ കുടുംബത്തിൽ ഇതുണ്ടായെന്നാൽ നമ്മൾക്കും ഒരു ആള് വന്ന് ഇതിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവിടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവും. ഒരുപക്ഷെ അവിടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തതിൽ കുറച്ച് കഴിയുമ്പം വാക്കുകളിൽ തുടങ്ങിയത് ചിലപ്പോൾ ഉന്തും തള്ളലിലുമായി ചിലപ്പോൾ കത്തിക്കുത്തൽ വരെ തീരാം. അതേസമയം നിങ്ങൾ ആ സൗണ്ട് കേട്ട് നിങ്ങൾ ഒന്ന് ചെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആദ്യം മനസ്സിലാക്കുക. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക. ഒരു ബഹളം ഒരു വീട്ടിൽ നിന്ന് കേട്ടാൽ അവിടെ ചെന്ന് ചോദിച്ച് അത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് നിങ്ങൾക്കുണ്ട്. അവർ പറയുമായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് എന്താ അവകാശം ഉണ്ട്. കാരണം ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അവകാശമുണ്ട്. അടുത്ത വീട്ടിൽ ബഹളം കേട്ടാൽ അതെന്താണെന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് തിരിച്ചങ്ങോട്ട് ചോദിക്കുക, അല്ലാതെ മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. അത് തിരിച്ചു ചോദിക്കുക. പിന്നെ പുരോഹിതന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രീ മാരേജ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ ആകെപ്പാടെ ചെയ്യുന്നത് ആ ചെറുക്കനും പെണ്ണിനെയും കൂടെ ഒരു ഔട്ട്ലൈൻ മാരേജിൽ എന്താ നടക്കണമെന്നുള്ളത് പറയുന്നു. പക്ഷേ ചിലപ്പോൾ ചെറുക്കൻ പെണ്ണ് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് രണ്ടായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ. പക്ഷെ ഇതൊന്നും ഈ
ആം, ഈ വിവാഹത്തിന് തൊട്ട് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഒരു 3-4 ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേനും ആ കെട്ടിച്ചെന്ന് കയറുന്ന വീട്ടില് ആ വീട്ടിലെ മാതാപിതാക്കളും സഹോദരങ്ങളും ഈ കെട്ടുന്ന ചെറുക്കനും അടക്കം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു പെണ്ണ് വന്നു, ആ പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ പെണ്ണിനെ ആ കുടുംബത്തിലെ അംഗമായിട്ട് കാണണം. സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരി അല്ലെ സഹോദരനെ പോലെ ആ പെണ്ണിനെ കാണണം. അതായത് ചേട്ടൻ്റെയോ അനിയൻ്റെയോ ഭാര്യയാണെങ്കിലും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കാണണമെന്ന് ഒക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് അറിയില്ലെങ്കിൽ, ഈ പുരോഹിതന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പള്ളികളിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ രാവിലെ വന്ന് കുർബാന മാത്രം നടത്തിയിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് ഇടയ്ക്ക് പള്ളിയിൽ ഞായറാഴ്ച ദിവസമോ അല്ലെ ശനിയാഴ്ച ദിവസമോ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു ഒരു ക്ലാസ് പോലെ പള്ളിക്കുള്ളിൽ നടത്താം. ഇടയ്ക്കിടയ്ക്ക് അതിൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതിൽ പങ്കുചേരണം. അതായത് ആ ഇടവകയിലുള്ള എല്ലാ പ്രായത്തിലുള്ളവരും ചേരുക. തീരെ പ്രായം ചെന്ന ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കുക. അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ അവരിനിയിപ്പം പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യാൻ ഇല്ല. അതല്ലാതെ അതായത് കൊച്ചു മക്കളുള്ള അവരുടെ മാതാപിതാക്കളെയും, അതായത് ഇന്നിപ്പോൾ കെട്ടി വന്ന് 3, 4, 5 വയസ്സുള്ള പെണ്ണുങ്ങളും 3, 4, 5 വയസ്സുള്ള മാതാപിതാക്കളുണ്ടാവുമല്ലോ, പാരൻസ്, അവരും അറ്റൻഡ് ചെയ്യണം. കാരണം ഒരു കാലത്ത് ഇവരുടെ മക്കൾ വലുതായി വരുമ്പോഴത്തേക്കിനും ഇവരും കിട്ടും. അപ്പം ഇവരിപ്പോഴേ അത് അറിഞ്ഞിരിക്കണം, പെരുമാറണം. അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയാ, നോബി കാണിച്ചതുപോലെ നോബിയുടെ അമ്മയുടെ അങ്ങനെ പെരുമാറരുത്. അതേ സ്വഭാവം തന്നെ നോബിയുടെ ഭാര്യയോട് കാണിക്കുന്നു പറഞ്ഞാല് ഇതൊക്കെ എവിടത്തെ രീതിയാണ്? ഒന്നുമില്ലെങ്കിലും നോബിയൊക്കെ പുറത്തു പോയി, ഇനിയിപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിച്ചത് പോട്ടെ, പുറം ലോകം കണ്ട് വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്തവനല്ലേ? അല്ലെങ്കിൽ 4 ആൾക്കാരോട് കൂടുതൽ സംസാരിച്ചയാളല്ലേ? കൂടുതൽ മീൻസ് പുറത്തു പോയി, പ്രായം കൊണ്ടല്ല, പുറത്തു പോയി ആ ഒരു എക്സ്പോഷറും ഉണ്ട്, മനുഷ്യരെ കണ്ട വ്യക്തിയല്ലേ. അപ്പം കുറച്ചൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരുത്താവല്ലോ. ഇതൊന്നും ആരും, ഈ വിവരം എന്ന് പറയുന്ന സാധനമേ, അത് സ്വയം നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ വഴി ഉണ്ടാകുന്നതാണ് ഈ വിവരം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം വേറെ. അപ്പം ഈ വ്യക്തി പുറത്തു പോയി ജോലി ചെയ്ത് പല ഇത്രയും കോഴ്സുകൾ പഠിച്ചു, പല വ്യക്തികളെയും അവിടെയായിട്ടും പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വന്നൊരു വ്യക്തിയാണല്ലോ. അപ്പം എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി ഭാര്യയോട്? അപ്പൊ നിങ്ങൾക്കൊക്കെ ഇട്ട് വട്ട് തട്ടാനുള്ള അടിമയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ചില ചെറുക്കന്മാർ പറയും നേരിട്ട്, നീ എന്റെ അടിമയാടി, നീ എന്റെ സ്ലേവാന്ന്. ഞാനിത് അനുഭവിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന ഇവമാരെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള അതായത് അച്ഛന്മാര് ക്ലാസ്സുകൾ നടത്തുക, മാതാപിതാക്കൾക്കും, അതായത് കൊച്ചു പിള്ളേർക്ക് തൊട്ട് എല്ലാ പ്രായത്തിലുള്ളവരെയും ഇതിൽ പങ്കെടുപ്പിക്കുക. മാസത്തിൽ ഒരു ശനിയാഴ്ച അല്ലെ ഒരു ഞായറാഴ്ച എങ്കിലും ഇത് നടത്തുക. ഇതിൽ നിർബന്ധമായിട്ടും ഒരു 2-3 മണിക്കൂർ മതി, അല്ലാതെ ഒരു ദിവസം ഫുള്ളൊന്നും വേണ്ട. 2-3 മണിക്കൂർ എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും ഈ പരിപാടി നടത്തുക. അല്ലാതെ ചുമ്മാ ഈ തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് വന്ന് പ്രീ മാരേജ് ദിവസം കൂടി ഒരുത്തനും നന്നാകാൻ പോണില്ല ഇത് കേട്ടിട്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പർപ്പസ് കണ്ടിട്ട് കെട്ടുന്നവരാണെങ്കിൽ ആ പർപ്പസ് അവിടെ മാറ്റാനും പോണില്ല. കാരണം അവരുടെ ഒരു ലക്ഷ്യം കണ്ടിട്ടായിരിക്കും. ഒന്നെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ ഇവിടെ കിട്ടുമ്പോൾ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് പിന്നെ അവൻ്റെ പഴയ കടങ്ങൾ ഉണ്ടാക്കി വെച്ചങ്ങനെ വീട്ടാൻ പോകുന്നത്. അതെല്ലാം കണ്ടിട്ട് കെട്ടുന്നവരാണ്. അതിന് കൂട്ടി നിൽക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ മകൻ നന്നാകാൻ വേണ്ടിയിട്ട് കെട്ടിക്കുന്നവരുണ്ട്. എന്താ നിങ്ങൾ ഇത്രയും വർഷം വളർത്തി നന്നാക്കിയിട്ട് മാറാത്ത മകനെ പുറത്തുനിന്നൊരു പെണ്ണ് വന്ന് കെട്ടിയിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെയുള്ള പെൺകുട്ടികളും ഉണ്ട്, അതുപോലെ ആൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരം മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കുക, എൻ്റെ മകൻ എന്താ വേണ്ടത്, അല്ലെ എൻ്റെ മകൾക്ക് എന്താ വേണ്ടത്. ഒരു കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഇവര് ഈ വിവാഹത്തിലൂടെ. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പുരോഹിതന്മാരും കന്യാസ്ത്രീമാരും നമ്മുടെ ഇടവകകളിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു 2, 3, 4 മണിക്കൂർ, ഒരു ശനിയാഴ്ച ഒരു ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഒരു മാസത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നടത്തുക. ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുക. മാതാപിതാക്കളെയും മക്കളെയും എല്ലാവരും കൂടെ കൂടുന്ന ഒരു ക്ലാസ് ആയിരിക്കണം അത്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുക. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടി അത് ഏറ്റെടുത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെങ്ങനെ തുറന്ന് സംസാരിക്കണം. ഉള്ളിൽ വെച്ച് അതിൻ്റെ വിഷമങ്ങളിൽ നടക്കാതെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം,
അതിനു വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ആ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണ്. കാരണം അവർക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോഴല്ലേ അവർ തുറന്നു പറയുള്ളൂ. ആ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ അവിടെ ആരും ഇല്ലാന്ന് കാണുമ്പോഴാണല്ലോ അവർ തുറന്നു പറയാതിരിക്കുന്നത്. കാരണം അതുപോലത്തെ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണല്ലോ അവർ പിന്നെ മിണ്ടാതിരിക്കുന്നത്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ കുടുംബത്തിലുണ്ടോ, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ക്ലാസ്സുകൾ അച്ഛന്മാർ ചെയ്യേ. അപ്പൊ പിന്നെ ഇതുപോലുള്ള കുടുംബ പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എല്ലാവരുടെയും മനസ്സിനുള്ളിലോട്ട് കയറി നിന്നിട്ട് ആരുടെയും സ്വഭാവത്തെ മാറ്റാനൊന്നും പറ്റില്ല. കുറേയൊക്കെ, പക്ഷെ കുറേയൊക്കെ ചെറുപ്പത്തിലെ തൊട്ട് ട്രെയിനിങ് ചെയ്താൽ, അതായത് മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുമിച്ച് ട്രെയിനിങ് കൊടുത്താൽ, അതിപ്പോ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മതി എല്ലാം കൂടി ചീത്തയാക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ട്രെയിനിങ് കൊടുത്താൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക. അതിപ്പോ സമൂഹമാണെങ്കിലും സമൂഹത്തിൽ അയൽപക്കത്തുള്ളവരാണെങ്കിലും സഭയിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും, അതിപ്പോൾ ഒരു പാരിഷിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും അതിന് പ്രതികരിക്കുക. അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പ്രതികരിക്കുക. ഇപ്പം ഈ ഷൈനി ചേച്ചി ഒരുപാട് ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അവർക്കൊന്ന് പ്രതികരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. അപ്പം ആ രീതിയിൽ ഒന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക്. ഏതെങ്കിലും രീതിയിൽ അറിയാവുന്നവരെ ആരെങ്കിലും വെച്ചിട്ടോ, അല്ലെങ്കിൽ അറിയാവുന്നവർ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ് അവർക്കറിയാവുന്ന ആരെങ്കിലും വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയോ, ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയൊരു സഹായം, അവർക്കൊരു വലിയ സഹായമാണത്. നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു സഹായം അതാദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് മുമ്പോട്ട് ഉണ്ടാകാതെ ശ്രമിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് കുടുംബ കോടതിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ഇപ്പം അന്യായം ചെയ്യുന്നവരുടെ കൂടെയാണ് എല്ലാവരും. കാരണം എന്താ, എല്ലാവർക്കും വേണ്ടത് പണമാണ്, പണവും പദവിയും മാത്രമാണ്. അതുകൊണ്ടാണ് അന്യായം ചെയ്യുന്നവർക്ക് വീണ്ടും പ്രൊട്ടക്ഷനും കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതും, ന്യായത്തിന്റെ കൂടെ നിന്നവരെ വീണ്ടും താത്തിക്കെട്ടുകയും അവരുടെ ജീവന് തന്നെ ഒരു വിലയില്ലാതാക്കി തീർക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. കാരണം നമ്മുടെ ജനങ്ങളാണ് ഈ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരെ ഇരുത്തിയിരിക്കുന്നത് ജനങ്ങളാണ്. അപ്പൊ നമുക്ക് അവരൊരു അന്യായം കാണിച്ചാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ആ ഒരു സ്ഥാനം അത് ആ സമൂഹത്തിനുണ്ട്, സമൂഹത്തിലുള്ള ഓരോ വ്യക്തിക്കുമുണ്ട്. അപ്പൊ അതിനെ പ്രതികരിച്ചു തുടങ്ങും. അപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് മാറ്റം വരും, നമ്മുടെ നാട്ടിലെ എല്ലാ രീതികളിലും മാറ്റം വരും. അല്ലാതെ ഒരു ഡിവോഴ്സും മറ്റും 10-70 വയസ്സാകുമ്പോഴത്തേനാണ് ഡിവോഴ്സ് കിട്ടുന്നത്, അല്ല 60 വയസ്സാകുമ്പോഴാണ് ഡിവോഴ്സ് കിട്ടുന്നത്. ഇതൊക്കെ എവിടുത്തെ രീതിയാണ്? അപ്പം ഒരു മാനുഷിക പരിഗണനയില്ലേ? ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ? മനസാക്ഷിക്ക് ഒരു വിലയില്ലേ? പാരിഷണേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് സമൂഹം. ആ ഇടവകയിൽ വരുന്നവരാണ് ഈ പാരിഷണേഴ്സ്. ഈ പാരിഷണേഴ്സിൽ ഒരാള് എൻ്റെ കുടുംബത്തിലെ തന്നെ വ്യക്തിയാണെങ്കിൽ ആ പാരിഷണേഴ്സിൽ പെടുന്നയാളാണ് ആ വ്യക്തി. അപ്പൊ സനീഷച്ചൻ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അത് ഒരുതരം അച്ഛന്മാരുടെ തലയിലോട്ട് ഇതൊന്നും ഇടരുത്, നിങ്ങൾ വെറുതെ വിട്ടേക്കൂ എന്ന് പറയുന്ന ഒരു വർത്തമാനമായിരുന്നു അത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ പോയി പോലീസിനെ കാണൂ, അല്ലെങ്കിൽ നിങ്ങൾ പോയി കോടതിയിൽ ചെല്ലൂ. പിന്നെ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതികരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ശരിയാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് എല്ലാ മനുഷ്യർക്കും അറിയാം. അതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന കുറെ സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ആർക്കും താല്പര്യമില്ല ആത്മഹത്യ ചെയ്യണമെന്ന്. ആരും ആഗ്രഹിച്ച് നേരത്തെ പ്ലാനിട്ട് ചെയ്യുന്നതല്ല ആത്മഹത്യ, നേരത്തെ പ്ലാനിട്ട് ചെയ്യുന്നതും അല്ല ഡിവോഴ്സ്. പിന്നെ ചില ആളുകളുണ്ട്, ചില വ്യക്തികൾ കിട്ടുന്നതിന് മുമ്പേ ഒരു പ്ലാൻ ഉണ്ട്. ഇവരിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് നേടാനുണ്ട്, അത് നേടിക്കഴിഞ്ഞാൽ ഇവളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവനെ ഒഴിവാക്കണം എന്ന് പ്ലാനോട് കൂടി കിട്ടുന്നവരുണ്ട്. അതായത് വിവാഹം ഇപ്പം ഒരു ബിസിനസ് കമ്പോളത്തിലാണ് വിവാഹം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിപ്പം മരിച്ചുപോയ ഷൈനി ചേച്ചിയുടെയും കുട്ടികൾക്കും ആ മക്കൾക്കും വേണ്ടിയിട്ട് അവരുടെ ന്യായത്തിന് കൂടെ നിന്ന് ഇവരുപയോഗിക്കുന്ന ഈ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പണവും പദവിയും ഉപയോഗിച്ച് ഇത് തേച്ച് മായ്ച്ച് കളയാൻ നോക്കുകയാണെങ്കിൽ അതിനെതിരെ സമൂഹം ഒന്നടങ്കം നിന്ന് പ്രതികരിച്ച് ഇവർക്ക് ഇനിയെങ്കിലും അവരുടെ ആത്മാക്കൾക്ക് ഇവിടെ ആളുകളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് കാണിക്കാൻ, ന്യായത്തിന്റെ കൂടെ നിന്ന് ആ ഒരു ജസ്റ്റിസ് അത് മേടിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. അതുപോലെ തന്നെ സ്വന്തം കൂടപ്പിറപ്പുകൾ തിരിച്ചു ചെന്നിട്ട് നോക്കുന്നില്ലെങ്കിൽ, സമൂഹത്തിന് അത് അറിയാമെങ്കിൽ സമൂഹത്തിന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എടാ, അല്ലെങ്കിൽ എടി, നിന്റെ സഹോദരി അല്ലെങ്കിൽ നിന്റെ സഹോദരൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് സമൂഹത്തിന്. അത് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്കൊരു ഉൾവിളി ഉണ്ടായി മാറിയേക്കാം.
100% മാറണമെന്നില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ പുറത്തുനിന്ന് ഒരാളെ ചോദിക്കുമ്പോഴായിരിക്കും അവർക്ക് ആ ബോധം വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതം സേഫ് ആണെന്ന് നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്നവർക്കുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നും ഒരുപാട് ഒച്ചയും ബഹളവും കേൾക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തില് ഒരു സഹോദരനെയോ അല്ലെങ്കിൽ ഒരു സഹോദരിയെയോ ആ കുടുംബത്തിലുള്ളവര് ഇങ്ങനെ അതായത് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പം തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി വല്ലാതെ മോശമായിട്ട് അങ്ങനെ അവരുടെ മനസ്സിനെ തളർത്തിയിട്ട് ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കില്ലാത്ത രീതിയിൽ ആരെങ്കിലും കണ്ടാൽ, നമ്മുടെ ഇടവകകളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അല്ലെ അയൽപക്കത്തുള്ളവരോ ആരെങ്കിലും കണ്ടാൽ അതിനോട് പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതാണ് നമുക്ക് സമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക. പിന്നെ നമ്മുടെ നാട്ടില് എന്നീ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവോ അന്ന് നമ്മുടെ നാട് നന്നാവും. മറ്റൊരു കുടുംബത്തിൽ പോയി പ്രതികരിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ കഴിവതും ഈ അയൽപക്കത്തുള്ളവർ ഇടപെടാതിരിക്കുന്നത് ആരുടെയും ജീവിതത്തിൽ. പക്ഷെ ഞാൻ പറയുന്നത്, ഇനി ഒരു നിയമത്തിനെ നോക്കണ്ട, നിങ്ങൾ ഇടപെട്ട് കാരണം നമ്മൾ ജനങ്ങളാണ് ഈ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പം അതിനെതിരെ പ്രതികരിക്കുക. അപ്പൊ സമൂഹത്തില് തൊട്ടടുത്തുള്ള വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഇടവകയില് ഒരു വ്യക്തി വിഷമിക്കുന്നത് കണ്ടാൽ അത് ചെന്ന് ചോദിക്കാനും, അതിന്റെ കാരണങ്ങളെ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കാനും, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നും ഒക്കെ ഒരു അഡ്വൈസ് കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. അല്ലാതെ ഇതൊക്കെ ഇത്രയും വലിയ വഷളായി പോകുന്നത് ആരും ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. അപ്പൊ അത് നമ്മൾ സമൂഹം ഒന്ന് ഒരുമിച്ച് ചേർന്ന് നിന്നാല് ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കും. നമ്മൾ പള്ളികളിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കും. എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവിടെ എന്താണ് പ്രശ്നം, ആരാണ് സപ്പോർട്ട് ചെയ്യാത്തത്, അവരോടൊന്ന് സംസാരിക്കുക. അപ്പോൾ അവിടെയുള്ള ഈ സപ്പോർട്ട് ചെയ്യാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു ബോധം വരും. അവർക്ക് ബോധം പണ്ടേ വരേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ചോദിച്ചെങ്കിലും ഒരു ബോധം വരട്ടെ അവർക്ക്. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ചിലപ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ ആദ്യം വന്നെന്നിരിക്കാം. നീ ആരാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടാന്നൊക്കെ ചോദിച്ചെന്നിരിക്കാം. അതൊന്നും കാര്യമാക്കണ്ട. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ തിരിച്ചു ചോദിക്കുക, ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളെ, എനിക്കിത് ചോദിക്കാനുള്ള അവകാശമാണെന്ന് തിരിച്ചു പറയുക. പറയാനുള്ള ധൈര്യം കാണിക്കുക. നിന്റെ കുടുംബത്തിലെ അംഗമല്ലെങ്കിലും ഈ സമൂഹത്തിലെ അംഗമാണ് ഞാൻ. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുക. അങ്ങനെ ഇടപെടുമ്പോൾ അവർക്കൊരു 1, 2, 3 പ്രാവശ്യം ഇടപെട്ട് കഴിയുമ്പോൾ ആദ്യം അവരതിനെ ചെതിർക്കുമെങ്കിലും പിന്നീട് അവർക്കൊരു ബോധം വരും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചെന്നിരിക്കാം. അപ്പൊ അതില് എല്ലാവരും അതിനുവേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളിൽ, അതായത് ഇപ്പം ഈ ഷൈനി ചേച്ചിയുടെ കാര്യത്തിൽ ഒന്നിച്ച് നിന്നതുപോലെ തന്നെ മുമ്പോട്ട് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ രണ്ട് രീതിയിലുണ്ട്. ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇപ്പോഴും ഉണ്ട്. അതിപ്പോ ഈ ജ്ഞാനായ സഭയിൽ തന്നെ ഉണ്ട്. അപ്പം അതില് നമ്മളിപ്പം ഇനിയും ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, സമൂഹം ഇടപെടണം. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. സംസാരിക്കുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരുപാടാണ്. ആദ്യമൊക്കെ അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് വരാം. പക്ഷെ അതൊന്നും കാര്യമാക്കരുത്. വീണ്ടും ചെല്ലുക, വീണ്ടും കുറച്ചും കൂടെ ആളുകളെ കൂട്ടിച്ചെല്ലുക, എന്നിട്ട് സംസാരിക്കുക. അപ്പൊ തന്നെ അവർക്കൊരു സ്വയം ഒരു ബോധം വന്നു തുടങ്ങി അവർ ആ കുടുംബത്തിൽ ആരെയാണോ സപ്പോർട്ട് ചെയ്യാതിട്ടിരുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. ഇല്ലെങ്കിൽ അവിടെ അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതിനുവേണ്ടി ആളുകൾ ശ്രമിക്കുക. ഇപ്പം ഈ ഷൈനി ചേച്ചിയുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തവർക്ക് എന്തായാലും കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അവരിനി എത്ര കരഞ്ഞു വിളിച്ച് മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി കൊടുക്കരുത്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യര് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇനി പല അഭിനയങ്ങളും കാണിക്കും. ഞാൻ ഇതുപോലെയുള്ള പലരെയും കണ്ടിട്ടുള്ള അഭിനയിക്കുന്നത് നമ്മൾ വിശ്വസിച്ചു പോകും. ആ രീതിയിൽ അഭിനയിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല, അതുപോലെ അഭിനയിച്ചു കാണിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി. അപ്പം അതിൽ വീഴരുത്. കാരണം ഓൾറെഡി ഷൈനി ചേച്ചിയുടെ ആ കുഞ്ഞു മക്കളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം അവർക്ക് നമ്മൾ നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാ. അതിന് ഇവരുടെ കരച്ചിലോ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ഹോൾഡോ അല്ലെങ്കിൽ അവരുടെ സഭാപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഹോൾഡോ ഒന്നും ഇതിനൊരു
ഇതിനെ തടഞ്ഞു നിർത്താൻ കാരണമാകരുത് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷയെ. ജനങ്ങൾ ഇടപെടുക, ജനങ്ങൾ ഇടപെട്ട് ശിക്ഷ മേടിച്ച് തന്നെ കൊടുക്കുക. അല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങുന്ന പോലെ ആകരുത് ഇതിന്റെ ഒരു തീരുമാനം. കാരണം ഇവർക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ആളുകളൊക്കെ ഒന്ന് ഇതാവും, അന്നേരത്തേക്കിനും ഇതൊക്കെ അങ്ങ് നിന്നോളും എന്നുള്ള രീതിയിലായിരിക്കും അവരിപ്പോൾ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ പല കൊള്ളരുതായ്മകൾ നടക്കുന്നത്. അവർക്കൊരു ബോധമുണ്ട്, കുറച്ചുനാള് കയറി ഇറങ്ങി നടന്നു കഴിയുമ്പോഴത്തേനും ഇതിനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, വിവാഹമോചന കേസുകൾ ഇട്ട് ഇഴയ്ക്കുന്നത് കൊണ്ട് വക്കീലന്മാർക്ക് നേട്ടമുണ്ടെന്നുള്ളതല്ലാതെ എന്ത് നേട്ടമാണുള്ളത്? നീതി വൈകിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന ബോർഡ് എഴുതി വെച്ച് അതിന് താഴെ ഇരുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.